അല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമുണ്ടോ? വി ഷുഡ് ബി ഡിഫറെന്റ് അല്ലേ? ഫ്രൈഡേ ഫിലിം ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോൾ, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഒബ്ജക്റ്റുകൾ, ക്ലീൻ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റുകളൊപ്പം തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സിന്, അത് ഓൾ ഏരിയസ് ഓഫ് സിനിമ ഇൻക്ലൂഡിങ് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആക്ടിങ്, അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമേഴ്സിന് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത്. അങ്ങനെ തുടങ്ങി ഒന്നോ രണ്ടോ സിനിമകൾ പുതിയ ആൾക്കാരെ, പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ, കൂടുതൽ പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും. അതൊരു നോർമൽ സിറ്റുവേഷനാണ്. അത് പിന്നെ കൂടി അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു. അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ചെയ്യും. ഇനിയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ വന്ന നല്ല കഥകൾ, അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ. ബിക്കോസ് കോവിഡിന് ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമർ ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിന്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ ഞങ്ങൾ തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഈ ഇരിക്കുന്നവരിൽ അറ്റ്ലീസ്റ്റ് കുറച്ചു പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിനാണല്ലോ നിങ്ങൾ മീഡിയയിൽ സിനിമയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഇരിക്കും. അപ്പം നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. പ്രശ്നം കാണുന്നത് ഇന്നലെ പല തിയേറ്ററിൽ സിനിമയും പല ആളുകളും തിയേറ്ററിൽ പോയിട്ട് വരുന്നത്. അപ്പൊ അവർ പറയുന്ന ന്യായങ്ങള്, എൻ്റെ ഒരു അറിവിൽ 22 പേര് പോയ ഒരു തിയേറ്ററാണ്. അവർ പറഞ്ഞ 35 പേരോട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാറ്? അല്ല, അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. കാരണം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റേ ആയുള്ളൂ, കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്ന് ചിരിക്കട്ടെ, അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ. അപ്പൊ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത്. 20 സിനിമ ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുള്ളൂ. ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമൻ. അപ്പൊ അവർക്ക് എത്താനൊരു സമയം വേണം. എല്ലാം റിവ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന്. ഇന്നലെ വിമൻ, ഞാൻ പറയുന്ന ഹാർഡ്കോർ സിനിമ റിവ്യൂവിങ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും, പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം 100% പോസിറ്റീവാണ്. അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഒരു ക്ഷമ, അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അത് തിയേറ്ററുകാര് സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ച് വീണതേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങി 2 or 3 ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ്. മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു. ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ, അല്ലെങ്കിൽ തെലുങ്ക്, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം, അല്ലെങ്കിൽ മാറ്റി കളിക്കണം. അപ്പം അവര് തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കമെന്റ് ചെയ്തായിട്ട് വരുന്നു. അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല.
നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അല്ല, ഇതിപ്പോ എങ്ങനെ തരണം ചെയ്തു? കാരണം ഈ സിനിമ കാണാൻ കഴിയുന്നില്ല ആളുകൾ, സിനിമ തിയേറ്ററുകളില്ല. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലിട്ടു, നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവര് പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം പോയാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റ് 2 പടങ്ങൾ ആർക്കും അറിയത്ത് പോലുമില്ല. അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവർ പറയുന്നത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും. ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ. അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ്. 2 ദിവസം എടുക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ, അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്. അത്രയും റിവ്യൂസ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം. ദ പെർസെൻറ്റേജ് ഓഫ് റിവ്യൂസ് 10 നല്ല റിവ്യൂസിന് 1 മോശം റിവ്യൂ ആണ് കൽബിനുള്ളത്. അത് ഓബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അപ്പൊ കേറി വരാനൊരു സമയം എടുക്കും. ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു രീതിയിലും ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമറും ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല. എല്ലാവരും ആരും ധൈര്യപ്പെട്ടില്ല. കൽബിന് ശേഷം ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ആദ്യത്തെ ദിവസം തന്നെ 150 ഷോ എക്സ്ട്രാ നേടിയ ഒരു സിനിമ. അപ്പം ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ്. അതില് ജയറാമുണ്ട്, മമ്മൂക്കയുണ്ട്, അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ. അത് മലയാള സിനിമയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാർകാസ്റ്റ് ഉള്ള സിനിമകൾ വന്ന് കേൾപ്പോഴും വരട്ടെ, മലയാള സിനിമയല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല. ജനങ്ങൾ കാണണം. മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അതൊരു കാരണമല്ല, ഒരിക്കലുമല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് കൽബാണോ മറ്റു അന്യഭാഷാ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടെന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക്, ഞാൻ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ, നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം. എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് വരിക, ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് OTT-യിൽ കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴുക്കിൽ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയോ? ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും. ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദി കളിച്ച് പോവാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകും. ഏറ്റവും പ്രധാന ചലഞ്ചാണ്. മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ,
അതൊക്കെ അതിനിവിടെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. നമുക്കുണ്ടായിരുന്ന സിനിമകളാണ്. ഇന്ന് OTT-ക്ക് ശേഷം OTT-ൽ ഈ മലയാളത്തിൽ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു. അപ്പൊ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ഡബിങ്ങിലേക്ക് OTT കൊടുക്കാൻ വേണ്ടി. എന്നാ പിന്നെ ഞാൻ പറയണേ, ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ്. അത് അഡീഷണൽ റവന്യൂ ആണ്. വന്നു വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈപ്സിന് വേണ്ടി അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ 80-90 തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ്. ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്, അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മറാഠിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക്. മറാഠി സിനിമയ്ക്ക് ക്യാപ്പ് ഉണ്ട്. ഇത്ര പെർസെന്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂളുണ്ട്. അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാപ്പ് വെക്കാൻ അസോസിയേഷൻസ് തയ്യാറാണ്. ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഓസ്ലറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതെന്താണ് ഈ സംഘടനകൾ ഇതിലേക്ക് കലാകാലങ്ങൾ ഇപ്പൊ കുറെ നാളായിട്ട് ഇത് തുടർന്ന് വരികയാണ്. കാലാകാലങ്ങളില്ല, ഈ സമയത്ത് കുറച്ച് കൂടിയിരിക്കും. കുറച്ച് നാളുകളായിട്ട് അത് ഞാൻ പറയാം. കോവിഡിന് ശേഷം ഈ OTT-ൽ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ്. അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല, വരുന്ന വന്നോട്ടെ. പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടെ ഉണ്ട് 25-30 ആർട്ടിസ്റ്റുകൾ അല്ലേ, ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം. അല്ല, വിജയ് ബാബു ഈ പറയുന്നതിൽ ന്യായമുണ്ട്, ഓക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് വിജയ് ബാബു ഒരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ട്, തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ, എല്ലാ അസോസിയേഷനും ഉണ്ട്. എന്തുകൊണ്ട് താങ്കൾ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടന ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് മുമ്പ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ തീരുമാനത്തിലെത്താൻ സംഘടനയ്ക്ക് പറ്റുന്നില്ല. അത് ബിക്കോസ് ഹൈദരാലിക്ക് എന്നെക്കാട്ടിലും വ്യക്തമായിട്ട് അറിയാം. അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് ഞാൻ പറയുന്നു, ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു. അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം, ഒഴുക്കിനനുസരിച്ച് പോവാം. അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ 10 വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? 10 വർഷത്തിന് ശേഷം രാംജി റാവ് സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ, അതായിരുന്നു മലയാള സിനിമ. ഇന്ന് അവര് 10 വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്നുണ്ടാക്കാൻ ശ്രമിക്കുക. ആട്ടം നല്ല പടമായിരുന്നില്ലേ? എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ്? 3 ദിവസം കഴിഞ്ഞു, ഒരു ദാക്ഷിണ്യമില്ലാതെ എടുത്ത് കളയാൻ. അങ്ങനെ എത്ര സിനിമകൾ, നല്ല സിനിമകൾ എനിക്കറിയാം. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ, അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു 3 വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും? അതാണ് അത് ടൈമിങ്ങിനാണ്. ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു, ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ്. കാരണം തരുന്ന ടൈം എപ്പോഴാണ്? രാവിലെ 9 മണി, രാത്രി 10:40. പറഞ്ഞു വരുമ്പോൾ 3 ഷോ ഉണ്ട്. 11 മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലൊരു സിനിമ കാണുമ്പോൾ 4 മണി തൊട്ട് 9 മണി വരെ ഷോ ഇല്ല. 3 ഷോ തന്നല്ലോ എന്നാ പറയണേ. ആരെ കാണിക്കണേ? ഞാൻ പറഞ്ഞു വേണ്ട, എടുത്ത് മാറ്റിക്കൂ. എന്നിട്ട് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കൽബ് പോലൊരു സിനിമ, വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ 9 മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്ററുകാർ? അതിനാണ് സപ്പോർട്ടില്ലായ്മ എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ MG ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ പെർസെന്റേജ് ടേംസ്
MG ഒന്നുമില്ല. MG ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട്. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് MG കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്നതല്ല അങ്ങനത്തെ സിനിമകളാണ്. അതുകൊണ്ടാണോ തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരുന്നത്? ഇപ്പം ഈ പറഞ്ഞതുപോലെ രാവിലെ 9 മണിക്ക് ഷോയ്ക്ക് ഒരു പേരിലൊരു ഷോ 9 മണിക്ക് രാത്രി 11 മണിക്ക് ആ ഷോയ്ക്കുന്ന ആള് വല്ലാതെ തിയേറ്റർ ഉടമകൾക്ക് നമുക്കും അറിയാം, ആരും പോകുന്നില്ല. പക്ഷേ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട്. ആളില്ലാതെ സിനിമ ഓടിക്കാൻ നഷ്ടവും സംഭവിക്കും. അങ്ങനെ ഓടിച്ച ചിത്രമുണ്ടോ? നമ്മൾ പോയി ചെക്ക് ചെയ്യോ? ഇത് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 9 മണിക്ക് തരുന്നത്. ആ ഒരു രീതിയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആള് കയറിയില്ല, അതുകൊണ്ട് ഓടിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതാ ആ ടൈമിങ്ങിൽ തന്നാൽ ഓടും. ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈമുണ്ട്. നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ടല്ലേ, രാവിലെ 6 മണിക്ക് സദ്യ വിളമ്പിയിട്ട് കാര്യമുണ്ടോ? അതാ മനഃപൂർവ്വം തന്നെ നമ്മൾ തരുന്നു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല ഉള്ള സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത്? നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ചെയ്യാൻ എങ്ങനെ ധൈര്യം വരും? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാര്യങ്ങൾ. അതിനാണ് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. തമിഴ് സിനിമകൾക്ക് ക്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും നമുക്ക് 10-12 കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ട്, അല്ലെങ്കിൽ 15 കൊമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും. അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ഇതിനൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. റിവ്യൂ ചെയ്തോളൂ. ഞാൻ ഒരിക്കലും റിവ്യൂവിന് എഗെയിൻസ്റ്റ് ചെയ്തിട്ടില്ല. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ. പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇടും. ഞാൻ വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റിവ്യൂവേഴ്സിന്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ്. ഞാൻ അതിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം ക്ഷമിക്കും. ഇഷ്ടപ്പെടുന്നവരൊന്ന് കണ്ടിട്ട് നിങ്ങൾ എണീക്കോ, ഒരു പ്രശ്നമില്ല. എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. വിജയഭവനൊക്കെ ഒരു ഫോക്കസ് ഉണ്ടോ? ഏതില്? ഇവിടെ മലയാള സിനിമ ഫോക്കസ് കൂട്ടായ്മ വിജയബാബുടെ സിനിമകളൊക്കെ എന്റെ സിനിമകൾ മാറ്റാൻ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണി മൈൻഡഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് മണി മൈൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ്, ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയും. മുൻപ് ഈ റിവ്യൂസിന്റെ ഇഷ്യൂസിൽ ഇച്ചിരി നല്ല ഒരു ഡയറക്ടർ തന്നെ മുന്നോട്ട് ഇറങ്ങി കേസ് കൊടുത്ത് പിന്നീട് ഒരു അസോസിയേഷൻ വന്ന് അത് നോക്കാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊരു ഡയറക്ടർ തന്നെ മുന്നിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി. താങ്കൾ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ ഇതിന് മുന്നോട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റിവ്യൂസിന് അഗേൻസ്റ്റ് അല്ല. ഐ മീൻ അത് ആ റിവ്യൂസിന്റെ കേസിൽ ഇപ്പൊ ഈ സിനിമയുടെ ബേസിൽ തിയേറ്റർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ അന്യ സിനിമകൾ കൂടുതലാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഈ ഒരു കംപ്ലൈന്റ് ലീഗലി പോകാൻ അതൊന്നും ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊന്നും ലീഗൽ ഒരു സബ്മിഷൻ ചെയ്യാലോ. അല്ല, അതിനൊന്നും ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ, ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ നിലനിന്നാലേ എല്ലാവരും ഉള്ളൂ എന്ന് ചിന്തിച്ച് സെൽഫ് ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പോയി എനിക്ക് തിയേറ്റർ തരുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കും. അതിനെടുത്തില്ല. ആ ലോ നമ്മളിവിടെ നമ്മുടെ അസോസിയേഷനിൽ എടുത്താൽ അതിനെ അഗേൻസ്റ്റ് പോയാൽ എനിക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഇല്ലല്ലോ. ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി സംസാരിച്ച്, അതല്ലേ ഈ കിടന്ന് ഇന്നലെ തൊട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമുക്കിനി കുറച്ച് കൽവിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ കുറച്ച് ഡയറക്ടർ, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ന്യൂ കമേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ സിനിമ തിയേറ്ററിലൊക്കെ ആളുകൾക്ക് കാണാൻ കഴിയാതെ പോകുമ്പോൾ താങ്കൾക്കുണ്ടാവുന്ന മാനസിക പ്രശ്നം നമുക്കെല്ലാവരും പുതിയ ആർട്ടിസ്റ്റോർക്ക് അറിയാം. എന്തുകൊണ്ട് അത് വിജയബാബു പറഞ്ഞു വെക്കുന്നു? പക്ഷെ എന്താണ്, താങ്കൾ ഡയറക്ടറാണ്, താങ്കളും ഇതുപോലെ തന്നെ ഒരു ശബ്ദമുയർത്തി രംഗത്ത് വരേണ്ട ഒരു ആവശ്യമായി വന്നിട്ട് അസോസിയേഷനിൽ വരെ താങ്കളുടെ അസോസിയേഷനിൽ ഇടപെട്ട ഒരു ഘട്ടത്തിലേക്ക് വരും. എങ്ങനെയാണ് താങ്കൾ ഇതിലേക്ക് മുന്നോട്ട് പോയത്? വിജയബാബുവിന് വ്യക്തമായ ആൻസർ ഒന്നുണ്ടായിരുന്നു. എന്നാലും പണ്ട് ഒരു സിനിമയ്ക്ക് നമ്മൾ ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ. ഇപ്പോൾ പണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ
ഒരാഴ്ചയ്ക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്ററായ സിനിമകൾ ഇവിടെ ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കും, നമ്മുടെ ഒരു ലെഗസി നോക്കുകയാണെങ്കിൽ. അപ്പം അതുപോലൊരു സ്പേസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് കൽബ്. കാരണം ഒരു കൂട്ടം പുതുമുഖങ്ങൾ മാത്രമാണ് സിനിമയുള്ളത്. അപ്പം ആ ഒരു സ്പേസ് ഇപ്പം ഇന്നലെ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് മെയിൻ സെൻറ്ററുകളിലൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഷോ നമുക്ക് തിയേറ്ററിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വന്നാൽ മാത്രമേ ഈ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. വിജയൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്നെ സംബന്ധിച്ചാൽ നാളെ കൽബ് കണ്ടിട്ട് രഞ്ജിത്തിനോടോ നേഹയോടോ അംബിയോടോ കാർത്തികനോടോ ഷമീറിനോടോ അല്ലെങ്കിൽ ആതിരപ്പട്ടനോടോ വെച്ച് ഒരാൾക്കൊരു പടം ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെ അങ്ങനെ എനിക്ക് ആ കഥയോടെ പറയാൻ പറ്റുമെന്ന് പറ്റും ആ ഒരു സാധ്യത ഉണ്ടായാൽ മാത്രമാണ് ഈ സിനിമയുടെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം നിങ്ങൾ ഈ പടം നിരാശപ്പെടുത്തില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതെ, അതിനുള്ളതാണ് ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ നമുക്ക് 82 തിയേറ്ററിൽ ഇപ്പോൾ സിനിമ ഓടുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ടാണ് പല സിംഗിൾ സ്ക്രീൻസും ഡബിൾ സ്ക്രീൻസിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സ് പോലുള്ള സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം ഇഷ്ടമുള്ള പോലെ സമയം മാറ്റാം. നേരത്തെ സാഹിത്യ പറഞ്ഞ പഴയ സാഹചര്യത്തിൽ നമുക്കൊരു സെറ്റ് ഓഫ് തിയേറ്റേഴ്സ് ഒരാഴ്ചത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട, നമ്മളത് മാർക്കറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഹിറ്റായ ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ സിസ്റ്റത്തിലാണ് പ്രൊഡ്യൂസറുടെയോ ഡിസ്ട്രിബ്യൂട്ടറുടെയോ കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നത്. നമ്മൾക്ക് ഒരു ടൈം തന്നു, ആ ടൈമിലേക്ക് നമ്മൾ ആളുകളോട് നമ്മൾ പറയുന്നു ഇന്ന ടൈമിൽ ഷോ ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ടൈമിൽ ഷോ ഉണ്ടാവില്ല. അവിടെ തമിഴ് പടം ഇരിക്കുന്നത് എന്താണെന്ന് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു അത് രാവിലത്തെ ഷോയ്ക്ക് കളക്ഷനിലായിരുന്നു. രാവിലത്തെ ഷോ എത്ര മണിക്കാണ്? 9 മണിക്ക്. അതെങ്ങനെ വരും? അപ്പൊ അങ്ങനെയുള്ള ആർഗ്യുമെന്റ് ആണ് ഇത്. നമ്മൾ ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കുറിച്ച് അപ്പൊ പിന്നെ പറയാതെ കുഴപ്പമില്ല കേട്ടോ, അടുത്തത് നമ്മൾ ചെയ്തോളാം, അടുത്തത് അപ്പൊ ഇതോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ഒരു ഗെയിമാണ് ഇവിടെ, ടോട്ടൽ ഗെയിമാണ്. അതാണ് പറഞ്ഞത്. ഇപ്പൊ നോർമൽ തിയേറ്റർ സിനിമ ഓടുന്നേക്കാൾ ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഇതിന് ശേഷം OTTs ആണ് ഇച്ചിരി ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ ആയാലും കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പോലും ഓൾറെഡി OTTയിൽ ഇങ്ങനെ കച്ചവടങ്ങളായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി തീരുമാനങ്ങളായിട്ട്. ഒരിക്കലില്ല, തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി 225 പടങ്ങളിൽ എത്ര എണ്ണം OTTയിൽ വരുന്നു? പെർസെന്റേജ് അറിയാം? 140ഓളം സിനിമകൾ വെളിച്ചം കാണാതെ ഇരിപ്പുണ്ടോ? OTT ഒക്കെ ഒരു ഫിനോമിനാണ്, അത് ഒരു ടെമ്പററിയാണ്. അതൊന്നും കൃത്യമായിട്ട് അറിയാം എനിക്ക് 2024 ഓരോരോ OTT പ്ലാറ്റ്ഫോമും എത്ര മലയാള സിനിമകൾ എടുക്കാൻ പോകും. ഇതൊന്നും വരാൻ പോകണില്ല. ഇനി ബോക്സ് ഓഫീസ് നല്ല സിനിമകൾ കാണണമെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് OTTയിൽ വന്നിട്ട് കാണാമെന്ന് പറയുന്നത് ഒരു വിദ്യ മാത്രമാണ്. ഒരിക്കലും വരാൻ പോകില്ല. ഇറങ്ങാൻ പോകുന്ന പടങ്ങളുടെ ഒരു 25 to 30% അല്ലാതെ ഇതെല്ലാം ഈ ജനങ്ങൾ വിചാരിക്കുന്ന ഓക്കെ ഇത് OTT വന്നിട്ട് കാണാൻ. നോ, വരാൻ പോണില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുക. OTTയുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്കും ഈ പാൻ സൗത്ത്, പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊണ്ടുവന്ന അവർക്ക് സബ്സ്ക്രിപ്ഷൻ ട്രെയിൻ നടക്കുന്നുണ്ട്. അവർക്ക് എന്തിനു മലയാളം സിനിമ എടുക്കണം? പല OTT പ്ലാറ്റ്ഫോംസും പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ മലയാളം ഡബിങ് കൂടെ ചേർത്തെടുക്കുമ്പോൾ മലയാള സിനിമയുടെ ബഡ്ജറ്റാണ് ഇവിടുന്ന് പോകുന്നത്. മലയാള സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മലയാള സിനിമ കുറയാണ്. പിന്നെ നമ്മളിവിടെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. ആ സ്വീകാര്യത കാണുമ്പോൾ തെറ്റൊന്നുമില്ല, നല്ല കണ്ടന്റ് കാണുന്നില്ല, അങ്ങനെ തെറ്റൊന്നുമില്ല. പക്ഷെ മലയാള സിനിമയുടെ അവസ്ഥ എന്താവും എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണും, പക്ഷെ മലയാള സിനിമയ്ക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. നമ്മുടെ തിയേറ്ററിൽ മലയാള സിനിമ ഓടിയില്ലെങ്കിൽ ഇതിന്റെ ഒരു 2 വർഷത്തിനുള്ളിൽ, 2 വർഷമൊന്നും വേണ്ട, ഈ വർഷം തന്നെ നമുക്ക് കാണാൻ എന്താവും നോക്കാം. തിയേറ്ററിൽ സിനിമ മിക്സഡായിട്ടുള്ള അഭിപ്രായത്തോട് മുന്നോട്ട് പോവുകയാണ്. ചില ആൾക്കാർ കാണണോ വേണ്ടയോ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഹീറോയിൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതുവരെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസേ കിട്ടിയിട്ടുള്ളൂ. കണ്ടതെല്ലാവരും ഒരുപാട് ഇഷ്ടമായി, ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ തിയേറ്ററിൽ ഓടട്ടെ, എല്ലാവർക്കും കാണാനുള്ള ഒരു ചാൻസ് കിട്ടട്ടെ എന്ന്, അതാണ് എൻ്റെ ഒരു. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് അധികം പറയാൻ പറ്റില്ല. പക്ഷെ അത്രയ്ക്കും ഇഷ്ടത്തോടെ അത്രയും എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയ ഫിലിമാണ്.
ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു വിജയമാണ്. പക്ഷെ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നോർമലി ഒരു ഫിലിം ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇപ്പോഴത്തെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിനിമ ഇതായിട്ട് കമ്പാരിസൺ ഉണ്ടോ, ഇതിനു മുമ്പ് ഇതേപോലത്തെ പാറ്റേണിൽ ഇറങ്ങിയിട്ടുണ്ടോ, അങ്ങനെ ഒരു പേരാണ്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. അന്നേ റസൂലും പിന്നെ തിയേറ്ററിൽ ഉണ്ടായ സീൻസൊക്കെ തല്ലുമാലയുടെ റീക്രിയേഷൻ ആണ്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തോന്നിയിരുന്നു? ഇല്ല, ഇത് തല്ലുമാലിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നത്. അതിന് മുമ്പ് ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും അല്ല. ഇപ്പം ഈ അന്വേഷണമൊക്കെ എൻ്റെ കുറേ ഇൻഫ്ലുവൻസ് സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം ആ ഒരു കാരണം ഞാൻ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ട് എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കിഷ്ടമുള്ള സിനിമകളെ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി സിനിമ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പബ്ലിക്കിനെ എന്നെ പോലെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഇത് അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അവതരിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സിനിമ സംസാരിക്കുന്നതും എൻ്റെ ഒരു ഭാഷയാണ്, എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇതാണ്. അപ്പം അതിനെ ഇപ്പോൾ ഒരു റിവ്യൂസിനെ ഇംപ്രസ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? എൻ്റെ ഇൻട്രസ്റ്റ് ലൗഡായിരിക്കും. ഞാനെന്നും സിനിമ അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ സിനിമകളോടായിരുന്നു. അപ്പം എൻ്റെ മേക്കിങ്ങിലും അത് ഉണ്ടാവും. അന്യ റസൂലൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. നമസ്കാരം. സോഷ്യൽ മീഡിയയിലായാലും നല്ല ഫോളോവേഴ്സ് ഉള്ള നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സിനിമയിലോട്ട് കയറുമ്പോഴേക്കും ആ ഒരു വേറെ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ സിനിമയായിരിക്കും ഡ്രീം, പക്ഷേ രണ്ട് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവർ ചിലപ്പോൾ അതേപടി ഫോളോ ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഈ ഒരു ആളുകളുടെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പോലെയല്ല, അത് സിനിമ വേറൊരു ലോകം തന്നെയാണെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ കുറേ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്ത് അതിന് ആളുകളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടും നമുക്കിങ്ങനെ കുറച്ച് പലയിടത്തും ഷോസ് ആളില്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ നല്ല സാഹചര്യമൊക്കെ വോയിസൊക്കെ അയച്ചാണ്. ആ ഒരു ഇതില്ല, തള്ളിക്കയറ്റമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നതുകൊണ്ടാണ് ഇപ്പം ഒരു ആവറേജ് അഭിപ്രായമൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിടയിൽ തന്നെ നമ്മൾ സംസാരിക്കും, അധികം പ്രശ്നമൊക്കെ പോകാം എന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലാത്തിലും ചാടി പുറകോട്ടി വരുന്നതെല്ലാം അത്രയും നല്ല ഇതായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അത് എല്ലാവരിലേക്ക് എത്തണം, തീർച്ചയായിട്ടും എത്തണം. അതാണ് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. ആളുകളൊക്കെ ചെയ്തു കാണുന്ന ആളുകൾ മാനസികമായിട്ടുള്ള സംഘർഷം വലുതല്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പടം ഉണ്ടാക്കിയത്. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, നമ്മുടെ ഓഡിയൻസ് കോണ്ടന്റ് ഫോക്കസ്ഡാണ്. അവർ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധപ്പെടും, സമയമെടുത്താലും ശ്രദ്ധപ്പെടും. സാർ പറഞ്ഞ പോലെ 2 ദിവസം കഴിയട്ടെ, കുഞ്ഞിപ്പം ജനിച്ചതേ ഉള്ളൂ, നടന്നോളട്ടെ. ഞങ്ങളും ആ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് പറഞ്ഞ പോലെ ഇതുവരെ കണ്ടവരെല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് തന്നെ തരുന്നത്. ഡെഫിനറ്റ്ലി അതിനൊരു അത് ചെയ്യാനൊരു കാരണമുണ്ടല്ലോ. കാരണം അവർക്ക് റെസനേറ്റ് ചെയ്തു, അവർക്ക് ഈ പടം അവർക്ക് കണക്ട് ആവാൻ പറ്റി. സോ ചെറു പുതുമുഖങ്ങൾ കൊണ്ടാവാം സമയം എടുക്കുന്നത്. പക്ഷെ നല്ല കോണ്ടന്റ് ആണെങ്കിൽ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും. അത് ഇവൻച്വലി ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സോ അത് വിശ്വസിച്ചിരിക്കുക. സോ ലെറ്റ്സ് സീ. ഈ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും പോരായ്മയായിട്ട് വിജയബാബു തോന്നുന്നു? എനിക്കോ? ഇല്ല, നമ്മൾ ഓരോ സിനിമയ്ക്കും പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കാറുണ്ട്. ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ 360 ഡിഗ്രീസ് മാർക്കറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് എതിരാളി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ മാർക്കറ്റിങ്ങിലല്ല പ്രശ്നം. നമ്മുടെ ഒരുപാട് ക്ലട്ടർ വന്നിട്ടുണ്ട് അല്ലേ? ഒരു 3-4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല മൊത്തത്തിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളത്. ഒരാൾക്ക് ആയുസ് മൊത്തം ഇരുന്ന് കണ്ടാലും കണ്ട് തീരാൻ പറ്റാത്ത അത്രയും കണ്ടന്റ് ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അപ്പോഴാണ് ഇത്രയും പ്ലാറ്റ്ഫോംസ്, ഇത്രയും യൂട്യൂബിലൊക്കെ ഓരോ മണിക്കൂറും ഒരു 1000കണക്കിന് മലയാളം കണ്ടന്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും. അപ്പോൾ ആ ക്ലട്ടറിലൂടെ നമ്മൾ ഒരു പുതുമുഖങ്ങളുള്ള സിനിമ അല്ലെങ്കിൽ ടോട്ടൽ പുതുമുഖങ്ങളായിട്ടുള്ള സിനിമ എത്തിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ
ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന ഹോർഡിങ്സ്, പ്രിന്റ്, റേഡിയോ, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗ്രൗണ്ട്, ഇത് ചെയ്യാത്ത, അതായത് വർഷങ്ങളായിട്ട് മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് സിനിമയിൽ വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. അതെല്ലാവരും അറിയാവുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ നോളജ് വെച്ച്, എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഞങ്ങളാൽ കഴിയുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് പണ്ട് പറഞ്ഞത് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടാണ് ഏതാ ഉൾപ്പെടെ പൈസ കൊടുത്ത റിവ്യൂ ചെയ്തത്. അതുപോലെ ഈ തിയേറ്ററിലേക്ക് ആളുകളെ കയറ്റുന്ന പുള്ളി ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയാലോ, വിശ്വസിക്കുന്നല്ല, അറിയാം. അത്തരം ഒരു സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടാണ് ചില എല്ലാ ഏരിയയിലും നടക്കുന്നില്ലേ, എല്ലായിടത്തും. അതിനൊക്കെ ഒരു സിസ്റ്റമായി പോയി. ഇപ്പൊ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. വിജയബാബു ഇത്തരം തിയേറ്ററുകൾ അതൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. വിജയബാബു ഈ തിയേറ്ററിൽ ആളുകളെ പിടിച്ചിട്ട് അങ്ങനെ ഒരു പുള്ളി ചെയ്ത് വെക്കാൻ മേലായിരുന്നു. അല്ല, അങ്ങനെ നമ്മൾ ഒരു ആളുകളെ പുള്ളി ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു, ആളുകൾ ശ്രമിക്കുന്നു. ഫസ്റ്റ് ഡേ ഒബ്വിയസ്ലി ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സാമ്പിളിങ്, അത് ഏത് പ്രോഡക്റ്റിനുള്ള സാമ്പിളിംഗ് ആണ്. ഒരു പുതിയ ഷാമ്പു ഇറക്കിയാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു സാമ്പിൾ തരും അല്ലേ, എന്നിട്ട് നോക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ അവര് ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരോട് പറയുന്നത് നല്ലതാണ് അല്ലേ. ആ സാമ്പിളിങ് നമ്മൾ ചെയ്യാറുണ്ട്. ദാറ്റ്സ് കോൾഡ് സാമ്പിളിങ്. അത് ഫസ്റ്റ് ഡേ. എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഡേ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ 100 തിയേറ്ററിലും ഹൗസ്ഫുൾ ആക്കാൻ പറ്റത്തില്ല. അത് ഒരു സിനിമയുടെ എൻറ്റയർ മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ് അല്ലേ. ആളുകൾ കയറ്റാതെ പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. സാമ്പിളിംഗ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും. അത് എല്ലാ സിനിമയ്ക്കും ചെയ്യും. നമ്മൾ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ബിഗ് സ്റ്റാർസ് ഇല്ലാത്ത സിനിമകൾ നമ്മൾ സാമ്പിളിംഗ് ഓഡിയൻസിനെ ഫസ്റ്റ് ഡേ ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ പോയി കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് പറയും. അത് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ ഭാഗമാണ്. അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. 100 തിയേറ്ററിൽ നമ്മൾ ഫുൾ ആളെ കയറ്റണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? 1 കോടി രൂപ വേണം ഒരു സിനിമയുടെ. ഷോ നടത്തണമെങ്കിൽ എത്ര ആള് വേണം എന്നാണ് തിയേറ്ററുകളോട് പറയുന്നത്. 4 പേരുണ്ടെങ്കിൽ ഷോ നടത്തണമെന്നാണ് റൂൾ. എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഹൈദരാലി എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഈ മീറ്റിംഗിന് ശേഷം എനിക്ക് പറയണം. 22 പേരുണ്ടായിട്ടും ഷോ നടത്താൻ തിയേറ്റർ ഏതാണെന്ന് ഹൈദരാലി എന്നോട് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനവരെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ഞാൻ അസോസിയേഷനോട് പറയും. പക്ഷെ ഈ 22 പേരെ ഞാൻ ഇവിടെ തപ്പിപ്പോകും. അപ്പൊ അവര് പറയുന്നു ഇല്ല, ഞാൻ പറയുന്നു ഉണ്ട്. ഇത് തന്നെയാണ്. I said it's a game. Because ഷോ നടത്തിയില്ല എന്ന് പറഞ്ഞാലേ അന്യഭാഷാ സിനിമയെ ആ സ്ലോട്ടിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ ഞാനും വലിയ സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള പ്രൊഡ്യൂസറാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു അതാണ് ഒരു ഗെയിം, ഒരു ഗിമ്മിക്ക് കളിച്ചിട്ട് ആള് കയറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് തരാക്കി ആള് കയറപ്പെടുത്തി. അപ്പൊ അങ്ങനെ അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമമാണ്. പക്ഷെ ഖൽബിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം ഇതില് സ്ത്രീകള് ഇത് സ്വീകരിക്കും. അത്ര ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്രയും നാളെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ ജഡ്ജ്മെന്റിന് കുറച്ചെങ്കിലും വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജഡ്ജ്മെന്റിൽ വെച്ച് ഞാൻ പറയുന്നു, ഞാൻ ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലിംസ് ആണ് കൽബ്. അത് ജനങ്ങളും അതുപോലെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 ദിവസം സമയം ക്ഷമ തിയേറ്ററുകാർ തന്ന് നമുക്കൊന്ന് ശ്രമിച്ചാൽ ഇനിയും കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടും. ഞാൻ എല്ലാവരും പോകുന്ന ഒരാളല്ല, ഇനിയും ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും ഒരു സംഭവം വിജയിക്കുമ്പോഴാണല്ലോ 1 or 2 ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുക. അതാണ് ആസ് എ പ്രൊഡ്യൂസർ കൽബിന്റെ കറന്റ് സ്റ്റേജ് ഈ പറഞ്ഞ തിയേറ്ററിൽ കറന്റ് സ്റ്റേജ് മോശമൊന്നുമല്ല. നമുക്ക് 82 തിയേറ്ററുകൾ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമല്ലല്ലോ സിനിമ എടുക്കുന്നത്. അങ്ങനെ എല്ലാ സിനിമകളും സിനിമ ഒരു ബിസിനസ് കൂടിയാണ്, താങ്കൾ പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പൊ ആ ബിസിനസിന്റെ നമ്മള് CRS കോർപ്പറേറ്റ് കമ്പനികൾക്ക് CRS എന്ന് പറഞ്ഞിട്ടൊരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾക്ക് സിനിമയാണല്ലോ എല്ലാം തന്നത് അല്ലേ. എല്ലാ സിനിമകളും ഹിറ്റായി നമുക്ക് ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ സിനിമയ്ക്ക് തിരിച്ചു കൊടുക്കണം.
അപ്പൊ അങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും. അതിനും മുടക്ക് മുതൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. ഒന്നാമം സന്തോഷം, വീണ്ടും ചെയ്യാം. അപ്പം നല്ല സിനിമകൾ ചെയ്യുന്നു, അത് നമ്മുടെ കോൺഫിഡൻസിലാണ് അല്ലേ. ഇപ്പൊ ഓക്കെ, ചിലത് വർക്കാവും ചിലത് വർക്കല്ല. കൽബ് വർക്കാവും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ അതിനൊരു പ്ലാൻ ബിയും പ്ലാൻ എയും നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. പറ്റുകയാണെങ്കിൽ 4 കാലം വീഴാൻ തന്നെ ശ്രമിക്കും. വലിയ സിനിമകൾ കാണിച്ച് ചെറിയ സിനിമകൾ ബിസിനസ് നടത്തുന്നവരാണ് ഇവിടെ കൂടുതൽ. അങ്ങനെയുണ്ട്, അങ്ങനെയാണല്ലോ ഈ അന്യഭാഷാ സിനിമകൾ ഇവിടെ എത്ര ഓടുന്നത്. അത് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇന്നലെ ഇറങ്ങിയ 4 5 സിനിമകളിൽ ഹൈദരാലിക്ക് എത്ര എണ്ണത്തിന്റെ പേര് പറയാൻ പറ്റും? 80 തിയേറ്റർ കിട്ടിയ ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞാൽ ഹൈദരാലിക്ക് അറിയാം, അല്ലെങ്കിൽ ഹൈദരാലി ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി പോലും അറിയില്ല. പ്രധാനപ്പെട്ട ഒരു ബാനർ തന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പ്രഷറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു സിനിമയുടെ ധനുഷിന്റെ പടം അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ചില സിനിമകൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിനൊക്കെ ഇവിടെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടെന്നും അതിനൊക്കെ സ്പേസ് വേണം എന്നൊക്കെ മനസ്സിലാക്കാം. അവിടെ കിടക്കുന്ന എല്ലാ പടങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഓടിച്ചോളാം എന്ന് കൊട്ടേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് മലയാള സിനിമയ്ക്ക് പ്രശ്നമാണ്. എല്ലാ ആഴ്ച എന്താ അവിടെ ഇവിടെ ഇറങ്ങുന്ന പോലെ തന്നെ പടങ്ങൾ അവിടെ എല്ലാം ഇറങ്ങുന്നുണ്ട്. തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും ഹിന്ദിയിലും ഒക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മലയാള സിനിമയുടെ ടൈം മാറ്റിയിട്ട് വലിയ മലയാള സിനിമകൾ മാത്രം, മറ്റുള്ളവരൊന്നും സ്പേസ് ഇല്ല അന്യഭാഷാ ചിത്രങ്ങൾ. അതെനിക്കറിയാം. ഞാൻ ഇപ്പോഴേ നമുക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് വരുമ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത് ഇതിങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ഇപ്പം എല്ലാ ദിവസവും ഞാൻ ഏതൊക്കെ സിനിമ ഇറങ്ങുന്നു നോക്കുന്ന നടത്തുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. പക്ഷെ ഇതെല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ഇതാണ്. അല്ലാതെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. മുമ്പ് എല്ലാ സിനിമകളൊന്നും ഇങ്ങനെ ഇതിനൊന്നും ഇവിടെ കളക്ഷൻ വരുന്ന സിനിമകളല്ല. ഞാൻ പറഞ്ഞു ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്ന അവർക്ക് ഇപ്പൊ കേരളത്തില് ഒരു അൺനോൺ സ്റ്റാറിന്റെ തമിഴ് സിനിമ ഒരു സിനിമ ഇവിടെ ഇറക്കണമെങ്കിൽ ഹോർഡിങ്സ് വെക്കാറില്ല, പോസ്റ്റർ അടിക്കണ്ട. ആകെ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. കോസ്റ്റ് ഇല്ല. യൂഫോയുടെ ക്യൂബിന്റെ ഡിജിറ്റൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വേണ്ട. ഇവിടെ ഇറക്കുക, ഇവിടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 10 എണ്ണം ഇറങ്ങി കഴിയുമ്പോൾ ആ നടനെ ആളുകൾ തിരിച്ചറിയും. അപ്പൊ ഏതെങ്കിലും ഒരു പടം ഹിറ്റാവും, അയാള് പാൻ സൗത്ത് ആക്ടറായി, വീണ്ടും അടുത്ത പാൻ സൗത്ത്. അപ്പൊ ഈ അൺനോൺ ആക്ടേഴ്സിനെ പാൻ സൗത്ത് ആക്ടർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ്. അവിടെ നശിക്കപ്പെടുന്നത് മലയാള സിനിമ. അതാണ് പറഞ്ഞത്. ബാഹുബലി പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ PS1 പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ RRR പോലുള്ള സിനിമകൾ വരട്ടെ. അതൊക്കെ അത്രയും വലിയ സിനിമകളൊക്കെ വരട്ടെ. നമ്മളെല്ലാം ചേർന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യും, സ്വീകരിക്കും. മലയാളത്തിൽ വരട്ടെ. അതിലൊന്നും ഒരു പ്രശ്നം പറയുന്നില്ല. ഇവിടുത്തെ മാർക്കറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമ വരട്ടെ. അവരെല്ലാം നമ്മൾ മലയാളികളെ പോലെ സ്നേഹിക്കുന്നവരാണ്. ഒരു തെറ്റും പറയുന്നില്ല. മലയാള സിനിമയ്ക്ക് സ്പേസ് കിട്ടാതെ ആവുമ്പോഴാണ് പാനിക് ബട്ടൺ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്ഥാനമില്ല. എല്ലാവരും വന്നിട്ട് താമസം തുടങ്ങിയിട്ട് അവിടെ വീടിന്റെ ഓണേഴ്സിനെ വെളിയിലോട്ട് ഇറങ്ങാൻ വരുന്ന അവസ്ഥയാണല്ലോ. അതാണ് സിറ്റുവേഷൻ. വേറെ എന്തെങ്കിലും? ഇവരെല്ലാം പുതിയ ആൾക്കാരാണ്. എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യണം. ആരും നിരാശരല്ല. പടം കയറി വരുമെന്നുള്ളതിൽ നമുക്കിതില്ല. അതിനാൽ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇവിടെ നമുക്ക് നിരാശയോടെ പോകാൻ ഞങ്ങൾ റെഡിയല്ല. അല്ല, നമുക്ക് നിരാശയില്ല, ഇപ്പോഴും ഇല്ല. ഇനി ഇത് ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന വിധം തിയേറ്ററുകൾ പിടിച്ചു നിർത്താൻ അറ്റ് ദിസ് മോമെന്റ് ഞങ്ങൾ ഹാപ്പിയാണ്. 82 മുതൽ 90 വരെയുള്ള തിയേറ്ററുകളുണ്ട്. അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ആളുകൾ കയറും. നല്ല ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം വി ഹാവ് നോട്ട് ലെറ്റ് എനി സ്റ്റോൺസ് അൺടേൺഡ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശ്വാസമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല സിനിമ വിജയിക്കും. ആവറേജ് എബവ് ആവറേജ് പോയാൽ വീണ്ടും നല്ല സിനിമകൾ നമ്മൾ